ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഒരു ബൗൾ എടുത്ത് അതിലോട്ട് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഈ 1 കപ്പിന് നമുക്കിത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം പകുതി എടുത്താൽ മതിയാകും. കൊക്കോ പൗഡർ 1/2 കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഈ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കൊരു 3 പ്രാവശ്യം അരിച്ചെടുക്കാം. എത്രത്തോളം അരിക്കുന്നോ അത്രയും നല്ലതാണ്. ഒരു ബൗളിലോട്ട് 6 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി 1 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ, 1/2 കപ്പ് പഞ്ചസാര. ഇത് നമുക്ക് ഒരു ബീറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചോ നല്ലതുപോലെ അടിച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് 1 കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ മാവിലോട്ട് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഈ കേക്ക് പെരുന്നാളിൻ്റെ അന്ന് കട്ട് ചെയ്യാനാണ് ഉണ്ടാക്കിയത്. വീഡിയോ ഇടാൻ താമസിച്ചു പോയി. അങ്ങനെ ആഘോഷങ്ങളും യാത്രകളും ഒന്നുമില്ലാത്ത ഒരു വലിയ പെരുന്നാൾ കൂടി കടന്നുപോയി. അങ്ങനെ മാവെല്ലാം ഇട്ട് കൊടുത്ത് പതുക്കെ നമുക്കിത് ഇളക്കിയെടുക്കാം. ഇതിനകത്തോട്ട് ഒരു 1/2 കപ്പ് പാല് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാറ്റർ ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതൊരു കേക്ക് ടിന്നിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കേക്ക് ടിന്നിൽ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ എത്രത്തോളം തട്ടുന്നോ അത്രത്തോളം നല്ലതാണ്. എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. ഇവിടെ ഓവൻ 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ബേക്കിംഗ് മോഡിൽ നമുക്ക് ഇനി ഇത് 25 മിനിറ്റ് കൂടി ബേക്ക് ചെയ്യാൻ വയ്ക്കാം. 25 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഓവനിൽ നിന്നെടുക്കാം. കേക്ക് നല്ലതുപോലെ പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കേക്കിനെ 2 ലെയറായിട്ട് കട്ട് ചെയ്യാം. മുകളിലുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു കേക്കിൻ്റെ മോൾഡ് എടുത്ത് അതിന് മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് ഒരു പീസ് കേക്ക് അതിലോട്ട് എടുത്ത് വെച്ച് അതിന് മുകളിൽ ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം തേച്ച് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് നമുക്ക് അടുത്ത പീസ് കേക്കും വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ ഷുഗർ സിറപ്പ് തേച്ച് അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം തേച്ച് സൈഡിലുമെല്ലാം തേച്ച് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. മുകളിൽ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കേക്ക് ലെവൽ ചെയ്തെടുത്തപ്പോൾ കിട്ടിയ കേക്ക് ഫ്രൈ പാനിൽ ചൂടാക്കി മിക്സിയിൽ പൊടിച്ചെടുത്ത് ഇതിന് 4 ചുറ്റും വിതറി കൊടുക്കാം. അങ്ങനെ ഞാൻ കേക്ക് ഈ രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് മുകളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ് സ്റ്റിക്കുകളെല്ലാം ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയതാണ്. അതെങ്ങനെയാണ് എന്നുള്ള വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓവൻ ഇല്ലാതെ നമുക്ക് അടിപൊളിയായി പാത്രത്തിലും ഈ കേക്ക് ഇങ്ങനെ ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ അങ്ങനെയാണ് ചെയ്തത്. സെയിം പ്രോസസ്സ് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഓവനിൽ ഇപ്പോൾ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.
അതുപോലെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു ബെല്ലൈക്കൺ കാണും. അതിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ആൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.